വിവിധ രാഷ്ട്രീയ ദളിത് സംഘടനകളുടെ നേതൃത്വത്തിൽ വിപുലമായ ദിനാചരണ പരിപാടികളാണ് വെങ്ങാനൂരിൽ ഒരുക്കിയിരിക്കുന്നത്. പ്രജിത്ത് മോഹനൻ ചേരുന്നു വെങ്ങാനൂരിൽ നിന്ന്. പ്രജിത്ത്, ജന്മനാട് ഒരുങ്ങിക്കഴിഞ്ഞോ? മഹാത്മാ അയ്യങ്കാളിയുടെ ജയന്തി ആഘോഷിക്കാൻ എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന പരിപാടികൾ? ആ സ്മരണയിൽ അവിടെ നിൽക്കുമ്പോൾ വെറും വാചകമടിയിലൂടെ അല്ലാതെ പ്രവൃത്തിയിലൂടെ വിപ്ലവം എന്തെന്ന് മലയാള നാടിന് കാണിച്ചു തന്ന വീരപുരുഷന്റെ ജന്മനാട്ടിൽ നിന്ന് പ്രജിത്ത് ചേരുന്നു. പ്രജിത്ത്, നമസ്തേ. ഇവർക്ക് നമസ്തേ. ഇവിടെ നിൽക്കുമ്പോൾ ആദ്യം തോന്നുന്നൊരു കാര്യമുണ്ട് പ്രദീപ്. ഈ നവോത്ഥാന ചരിത്രത്തിൻ്റെ ഏടുകൾ എടുക്കുമ്പോൾ എവിടെ നിന്നാണ് കേരളത്തിൻ്റെയൊക്കെ നവോത്ഥാനത്തിൻ്റെ തുടക്കമെന്നുള്ള ചോദ്യവും ചർച്ചകളും എക്കാലത്തുമുണ്ട്. അതിൽ പലരും അതിൻ്റെ അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കാറുമുണ്ട്. ഈ സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യവും ഒക്കെ പറഞ്ഞതാരാണ് എന്നുള്ള ചോദ്യങ്ങളും ബാക്കിയാണ്. അങ്ങനെ ആ സന്ദേശങ്ങളൊക്കെ ഒരുപക്ഷെ ഈ മലയാള നാടിന് ആദ്യം പകർന്നു നൽകിയ, അടിച്ചമർത്തപ്പെടുമ്പോൾ അതിനെ തിരിച്ചടിച്ചാണെങ്കിലും ശരി ചോദ്യം ചെയ്ത് സ്വന്തം അവകാശങ്ങൾ നേടിയെടുക്കുക തുടങ്ങിയ പാഠങ്ങളൊക്കെ ഈ നാടിനെ പഠിപ്പിച്ച ആ മഹാമനുഷ്യൻ്റെ ഓർമ്മകളിലാണ് അദ്ദേഹത്തിൻ്റെ ജന്മനാടുള്ളത്. ഇവിടെ അയ്യങ്കാളി സ്മൃതി മണ്ഡപത്തിൽ ഇന്ന് പുഷ്പാർച്ചനയടക്കമുള്ള ചടങ്ങുകളാണ്. എന്തായാലും ഈ വയനാട് ദുരന്തത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വലിയ ആഘോഷ പരിപാടികളൊന്നുമില്ല. ഇപ്പോൾ ഇവിടുത്തെ ഒരു സംഘടനയുടെ പ്രതിനിധി നമ്മളൊപ്പം ചേരുന്നുണ്ട്. ഇന്ന് എന്തൊക്കെ തരത്തിലാണ് ഈ ആഘോഷ പരിപാടികൾ നിങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്? ഇന്ന് ആഘോഷ പരിപാടി ഏറ്റവും പ്രധാനമായും മഹാത്മാവിൻ്റെ ജന്മദിനം എന്ന തരത്തിൽ രാവിലെ തന്നെ 9 മണിക്ക് പുഷ്പാർച്ചന, അതോട് ബന്ധപ്പെട്ട് തന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കെത്തും. നമ്മുടെ ഭക്ഷണ വിതരണം, മധുര പലഹാര വിതരണം, ഇതൊക്കെയാണ് ഏറ്റവും അടിസ്ഥാനപരമായി ചെയ്യുന്നത്. ഓഗസ്റ്റ് 28 മുതൽ സെപ്റ്റംബർ 16 വരെയാണ് ആഘോഷം നടത്തുന്നത്. പ്രത്യേകിച്ചും വെങ്ങാനൂരിലേക്ക് എത്തുന്ന ഒരുപാട് സമുദായങ്ങൾ വെങ്ങാനൂരിലേക്ക് എത്തുന്നു. അതുകൊണ്ട് തന്നെ വെങ്ങാനൂർ കേരളത്തിൻ്റെ വിമോചന കേന്ദ്രമായ ഈ സ്ഥലത്തേക്ക് എത്തുന്നതിന് വളരെ ആദരവോടെ തന്നെ അതിൻ്റെ സംഘാടകർ എന്ന നിലത്ത് ഞങ്ങൾ സ്വീകരിക്കാൻ നിൽക്കുകയാണ്. സാധുജന പരിപാലന സംഘത്തിൻ്റെ നേതാവാണ്. ഈ വെങ്ങാനൂർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജന്മനാടാണ്. അദ്ദേഹത്തിൻ്റെ സമര പോരാട്ടങ്ങളുടെയൊക്കെ ഒരു പ്രഭവ കേന്ദ്രം. അദ്ദേഹം നെഞ്ചുവിരിച്ച് നിന്ന നാടാണിത്. അപ്പോൾ ഈ നാട്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ തലമുറയിലേക്ക് കൃത്യമായ സന്ദേശങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ, നവോത്ഥാനത്തിൻ്റെ ഒരു കൃത്യമായ പഠിപ്പിക്കൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് തോന്നുന്നു? തീർച്ചയായിട്ടും. ഈ മേധാവിത്വത്തിൻ്റെ മതം തകർത്ത സാമൂഹിക കലാപങ്ങളുടെ സാമ്രാട്ടായ മഹാത്മാവ് ഇന്ന് കേരളത്തിൻ്റെ ഒരു പുതിയ ഊർജ്ജമായി, പ്രത്യേകിച്ചും നവകേരള സൃഷ്ടിയുടെ പ്രഥമ ശില്പിയായ മഹാത്മാവിനെ ഇന്ന് കേരളം ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ നാളുകളെക്കാളൊക്കെ ഉപരിയായി എല്ലാ സാമൂഹിക പരിവർത്തന പ്രസ്ഥാനങ്ങളും അയ്യങ്കാളിയെ സ്വീകരിക്കുന്നു. പ്രത്യേകിച്ചും വിദ്യാഭ്യാസം ജന്മാവകാശം എന്ന വലിയൊരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഏറ്റവും അടിത്തട്ടിലെ ആദിവാസികൾ, ദളിത് കുട്ടികൾ ഇന്ന് രംഗത്തേക്ക് വരുന്നു. അവരുടെ ഗ്രാൻഡ് അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ പ്രക്ഷോഭകരായി അവർ മാറുന്നു. അതുകൊണ്ട് തന്നെ മഹാത്മാവിൻ്റെ വഴികൾ ഇന്ന് വളരെ ശക്തമായി വലിയ തോതിൽ വർദ്ധിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇന്നും മഹാത്മാവിനെ തടഞ്ഞ, അന്നത്തെ വിദ്യാഭ്യാസത്തെ തടഞ്ഞ പോലെയുള്ള തടച്ചിലുകൾ ഇന്നും കേരളത്തിൽ നിലനിൽക്കുന്നു എന്ന് പറയുന്നതാണ് ഇന്ന് മഹാത്മാവിൻ്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ മറികടക്കാനുള്ള വലിയ സംഘശേഷി അടിസ്ഥാന മേഖലകളിൽ, പ്രത്യേകിച്ചും ആദിവാസി ദളിത് കുട്ടികളിൽ, മറ്റെല്ലാ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പാർശ്വവൽക്കൃതരായ മനുഷ്യർക്ക് മഹാത്മാവ് ഒരു വഴികാട്ടിയായി മാറുന്നു. അതാണ് ഏറ്റവും. സ്വന്തം അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ പുതുതലമുറയ്ക്ക് പ്രചോദനമാണ് മഹായജമാനല്ലേ? തീർച്ചയായിട്ടും. സ്വന്തം അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുവാനുള്ള പ്രചോദനം എന്ന് പറയുന്ന കാര്യത്തിൽ ഇന്ന് എല്ലാ മനുഷ്യർക്കും, പ്രത്യേകിച്ചും ഇന്ന് കേരളം നേരിടുന്ന സാഹചര്യത്തിൽ ഏറ്റവും പാർശ്വവൽക്കൃതരും പ്രതിസന്ധികൾ നേരിടുന്ന സാഹചര്യത്തിൽ മഹാത്മാവ് എൻ്റെ വഴികൾ വളരെ ഏറെ പ്രസക്തി ആർജിക്കുന്നു. എല്ലാവരും ഇന്ന് അതിലേക്ക് എത്തുന്നു. നമുക്കറിയാം, ഇന്ന് പല സമരങ്ങളിലും മഹാത്മാവിൻ്റെ മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത്. അത് ഏറ്റവും ശ്ലാഘനീയമാണ്. അതിനെയാണ് ഞങ്ങൾ പിൻപറ്റുന്നത്. പ്രതിഭ, ഈ ആഘോഷങ്ങൾ സജീവമായി ഇന്നുണ്ട്. പക്ഷേ വയനാട് ദുരന്തത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള കലാപരിപാടികളോ എല്ലാ വർഷവും നടക്കുന്ന രീതിയിലുള്ള അത്തരം രീതികളിലേക്കൊന്നും കാര്യങ്ങൾ പോകുന്നില്ല. പക്ഷേ പുഷ്പാർച്ചന അടക്കമുള്ള നടപടികളുണ്ട്. അതോടൊപ്പം തന്നെ 16-ാം തീയതി വരെ നീളുന്ന, അടുത്ത സെപ്റ്റംബർ 16 വരെ നീളുന്ന വിവിധ പരിപാടികളുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രദർശനങ്ങൾ, ചർച്ചകൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിപാടികളൊക്കെ എല്ലാ ദിവസവും നടക്കും. പക്ഷേ ആഘോഷങ്ങളിലേക്ക്, വലിയ രീതിയിലുള്ള ആഘോഷങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കുന്നില്ല. എങ്കിലും കേരളത്തെ ഈ സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി, സ്വന്തം
വിശ്വാസത്തിനും അല്ലെങ്കിൽ സ്വന്തം ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് വിദ്യാഭ്യാസത്തിനും പൊതുവഴിയിൽ നടക്കാനുള്ള അവകാശത്തിനും വേണ്ടിയിട്ടുമൊക്കെ സമരം ചെയ്യാനും കലഹിക്കാനും ഒക്കെ പഠിപ്പിച്ച മഹാത്മാവിന്റെ ഓർമ്മകളിലാണ് ഇന്ന് അദ്ദേഹത്തിന്റെ ജന്മനാട്. രാവിലെ 9 മണി. പ്രജിത്ത് പറഞ്ഞതിൽ ഏറ്റവും പ്രസക്തമായ കാര്യം ഈ സ്വാതന്ത്ര്യം, സാഹോദര്യം, സമത്വം തുടങ്ങി ഒട്ടേറെ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും വിളമ്പുകയൊക്കെ ചെയ്തെങ്കിലും എന്താണ് സ്വാതന്ത്ര്യം, എന്താണ് സാഹോദര്യം, എന്താണ് സമത്വം, അതെങ്ങനെ വേണം എന്ന് പ്രവൃത്തിയിലൂടെ കാണിച്ചു തന്ന മഹാൻ. വളരെയധികം നന്ദി പ്രജിത് മോഹനൻ. രാവിലെ എന്തായാലും മഹാത്മാവിൻ്റെ ജന്മനാട്ടിൽ നിന്ന്, ആ സ്മൃതി മണ്ഡപത്തിന് മുന്നിൽ നിന്ന് തത്സമയം നമ്മളോട് സംസാരിച്ചതിന്.